സഹോദരിമാർക്ക് ഏറ്റവും വലിയ മഹത്വമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. ഖൈറു മതാഇ ദുനിയ അൽ മറഅത്തു സ്വാലിഹ. ദുനിയാവിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് സ്വാലിഹത്തായ പെണ്ണാന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹത്തായ പെണ്ണാണ് ദുനിയാവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹത്തായ പെണ്ണാണ് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ. സ്വാലിഹാത്തായ പെണ്ണ് അനുസരണയുള്ള പെണ്ണാണ്, ഭർത്താവിനെ അനുസരിക്കും. പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരോട് 2-3-4 കടമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അനുസരിക്കുക, പറഞ്ഞത് അനുസരിക്കുക. അള്ളാനെ ധിക്കരിച്ചുകൊണ്ടുള്ള അനുസരണല്ല കേട്ടോ. ഓൻ പറഞ്ഞതിൻ്റെ ഒപ്പം സിനിമക്ക് വരണം, സർക്കസ് ആണ് വരണം, തലയിൽ തട്ടം തുടരുത്, അങ്ങനെ അങ്ങനെ അതൊന്നും അനുസരിക്കണ്ട. ആ പരിപാടിക്ക് പോകണ്ട. ഏത് പരിപാടി ഇപ്പോൾ പണ്ടാരോ പറഞ്ഞില്ലേ കുഞ്ഞുപാക, ആ വേദന ഉണ്ടാകുന്നാരോ പറഞ്ഞു പോകണമെങ്കിൽ പണ്ടൊക്കെ കൂടെ കഴിച്ചു പോയാൽ മതിയെന്ന്. ഈ പോണേർക്കടില്ല ഏതൊരു വേദനയെ, നമ്മളെ വേദന ഒന്നുമില്ല കേട്ടോ. വേദനിച്ച് പോണി പോയിക്കോ, എൻ്റെ വളയൊക്കെ അവിടെ കഴിച്ചുകൊണ്ട് പോണി പോയാൽ അങ്ങനെ തന്നെ പോകണം. ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ പോകരുത്. അല്ലെങ്കിൽ സമ്മതം പ്രതീക്ഷിച്ചും പോകട്ടോ. ചോദിക്കാതെ പോയി പറഞ്ഞാൽ നിങ്ങൾ കുറുമ്പ് കേട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ തൃപ്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോകാം. നമ്മളോടൊക്കെ അങ്ങനെ ചിലപ്പോൾ പോകലുണ്ട്. പോയിട്ടോന്നൊക്കെ പറയും, പിന്നെ ആയിക്കോട്ടെ കുഴപ്പമില്ലാതെ. ഞാൻ പിന്നെ പോയിട്ട് ഇങ്ങോട്ട് പറയാൻ നേരം കിട്ടിയില്ല, വിളിച്ചില്ല, അത് സാരല്ല അറിയും. എനിക്ക് എതിർപ്പില്ലാന്ന് ഭർത്താവിൻ്റെ സമ്മതം വേണം, തൃപ്തി ഭാവിച്ചാൽ മതി.